ഹലോ, ടൈനി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന് മുന്നേ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞങ്ങളുടെ ദേവിയുടെ നിറബറ മാമൻ്റെ വീട്ടിൽ വെച്ചതും, പിന്നെ ഒന്ന് അതിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിറബറ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിങ് വീഡിയോയും. അപ്പോൾ ഈ 2 വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ദേവിയെ കാത്തിരിക്കുന്നത്, പുര ഒരുക്കിയിട്ടെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു വർക്കല്ലല്ലോ ഇപ്പം നമ്മുടെ ദേവിക്ക് വേണ്ടി കാത്തിരിക്കും. ഞങ്ങളുടെ വെള്ളായണിക്കാരുടെ 3 വർഷത്തെ കാത്തിരിപ്പും അതുപോലെ കുറേ നാളത്തെ അധ്വാനവും കൂടിയാണ് ദേവിക്കുള്ള പുര ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുക എന്നുള്ളത്. വെള്ളായണിക്കാർക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സംഭവം ഞാൻ ഇൻട്രോ എടുക്കുന്നത് വീഡിയോ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ്. കാരണം വീഡിയോയുടെ ഷൂട്ട് പല ദിവസങ്ങളിലുള്ളത്, ഒരു 4-5 ദിവസങ്ങളുടെ കാര്യമാണ് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീഡിയോയുടെ ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇൻട്രോ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പുര റെഡിയാക്കി ഞങ്ങൾ ദേവിയെ കാത്തിരിക്കുന്നതെന്നും ഞങ്ങളുടെ ഈ ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു 2-3 ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്തെടുക്കുന്ന ഒരൊറ്റ വീഡിയോ ആണേ. ഞങ്ങളുടെ ഇവിടെ തിങ്കളാഴ്ചയാണ് എഴുന്നള്ളത്ത് ദേവിയുടെ നിറബറ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. ഇത് ഞങ്ങൾ ദേവിക്ക് പുര കെട്ടുന്ന സ്ഥലം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വന്ന ടീമിനെ കൊണ്ടും പിന്നെ വീട് ക്ലീൻ ചെയ്യാൻ ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിരുന്നു. അവരെ കൊണ്ടും അവിടെ ക്ലീൻ ചെയ്യിച്ചതാണ്. എന്നിട്ടും ഏട്ടൻ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഏട്ടനൊരു കാർ വാഷ് എടുത്തിട്ട് അവിടെ ഒന്നുകൂടെ ഒന്ന് വാട്ടർ പ്രഷർ കൊടുത്ത് ചെയ്യുന്നതാണ് ക്ലീനിങ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അന്നത്തെ ശനിയാഴ്ചത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. ഇത് ഞായറാഴ്ച രാവിലെ ഇവിടെ പുര കെട്ടാനായിട്ട് ദേവിക്കുള്ള പുര കെട്ടാനായിട്ടുള്ള ആ ടീം എത്തിയതാണ്. അതിനൊരു ടീമുണ്ട് ഇവിടെ, ഒന്നിൽ കൂടുതൽ ടീമുകളുണ്ടാവും. അപ്പം ഞങ്ങളൊരു ടീമിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അവർ വന്നത് കാലൊക്കെ നാട്ടി പുര കെട്ടുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളായണി അമ്മയ്ക്ക് ഞങ്ങൾ വെള്ളായണിക്കാർ പന്തലൊരുക്കാറ് ദേവിക്കുള്ള. അപ്പോൾ അവരിതാ വളരെ ഭംഗിയായിട്ട് പുര കെട്ടുന്ന അവരുടെ പ്രോസസ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇപ്പോഴത്തെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിതാ പച്ച ഓല വെച്ചാണ് മെയിൻലി ദേവിക്ക് പുര കെട്ടുന്നത്. പക്ഷെ നമുക്ക് പച്ച ഓല അങ്ങനെ അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഓല എടുക്കുന്നത്. പച്ച ഓല അവൈലബിൾ ആയിട്ടുള്ളവർ പ്രോബബ്ലി അതായിരിക്കും കുറച്ച് കൂടുതലായിട്ട് എടുക്കാറ്. പിന്നെ ഇത് വെള്ള വിരിക്കുന്നു എന്ന് പറയും, ദേവിയുടെ പന്തലിൽ വെള്ള വിരിക്കുന്നു എന്ന് പറയും, അതാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ സാരി എൻ്റെ തൊട്ട് മുന്നത്തെ പർച്ചേസിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ദേവിക്ക് ഞങ്ങൾ സാരി എടുക്കാൻ പോയത്. അപ്പോൾ ആ സാരിയാണ് ഇത്. പുര സെറ്റ് ചെയ്ത് തരുന്ന, പുര വെച്ച് കെട്ടിത്തരുന്നവർ തന്നെ ഈ സാരി ഇങ്ങനെ കുത്തിത്തരും. ഒരു നാക്കിലാട്ടോ കുത്തുന്നത്, എല്ലാവരെ കൊണ്ടും അത് പറ്റൂല, എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇത് കുത്തുന്ന ചിലരുണ്ട്, ചിലർക്കറിയാം. പിന്നെ ഈ പുര കെട്ടുന്ന ടീംസുണ്ട്, അവർ ഇത് കുത്തും. അങ്ങനെ അവർ കുത്തി തന്നു. പിന്നെ അത് കഴിഞ്ഞതാ നമ്മൾ ആദ്യ പടിയായിട്ടുള്ള കുലവാഴയൊക്കെ വച്ചു പന്തലിൻ്റെ ഫ്രണ്ടിൽ. അത് കഴിഞ്ഞ് അകത്ത് പഴക്കുലകളൊക്കെ, ഇത് ദേവീര ചടങ്ങിൽ ഏറ്റവും ഇതായിട്ടുള്ള കാര്യമാണ് പന്തലിൽ കുലകൾ കെട്ടുന്നത്, പഴക്കുലകൾ കെട്ടുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ എണ്ണം. ചിലർ ഒരുപാട് കുല കെട്ടുന്നവരുണ്ട്, കുറച്ച് കുല കെട്ടുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. നമ്മൾ ഞങ്ങളുടെ ഇഷ്ടത്തിൻ്റെ കുലകളൊക്കെ കെട്ടി. അപ്പോൾ ഞായറാഴ്ചത്തെ രാവിലത്തെ പരിപാടിയാണ് ആ കണ്ടത്. ഞായറാഴ്ച രാത്രിയുള്ള പരിപാടിയാണ്. സമയം ഉദ്ദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂവ് ഇറുത്ത് വെക്കാനായിട്ട് ദേവിക്ക് പുഷ്പാഭിഷേകത്തിനും പിന്നെ ദേവിയുടെ എഴുന്നള്ളത്തിന് സ്വീകരിക്കാനായിട്ട് എറിയാനുമുള്ള പൂക്കൾ ഇറുത്ത് വെക്കുകയാണ്. ഞാനും ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് അയച്ചത്. ഞാനും ആ കൂട്ടത്തിൽ വളരെ കൂടുതൽ നിന്ന് അധ്വാനിച്ചൊരു മെമ്പറും കൂടെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് പൂവ് ഇറുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ദേവിക്കുള്ള പുര അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. പുരയുടെ ഫ്രണ്ട് വീട്ടിലേക്ക് ദർശനമാണേ. ദേവി തെക്കോട്ട് ദർശനത്തിലാണ് നമ്മുടെ വീടുകളിൽ വന്നിരിക്കാറ്. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 12 മണി ആയിട്ടുണ്ട്. രാത്രിയിൽ 12 കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ഈ നാട്ടിൽ ഒറ്റ മനുഷ്യർ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും വീടിന് പുറത്തുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ എല്ലാവരും വീടിൻ്റെ പുറത്ത് ലൈറ്റൊക്കെ ഇട്ട് പുറത്തുണ്ട്. കാരണം നാളെ എപ്പോഴാണ് എത്തുക നമുക്കറിയത്തില്ല. നാളെ എത്തും ദേവി. അപ്പോൾ ദേവിയെ കാത്ത് ദേവിയുടെ പുരയെല്ലാം റെഡിയാക്കിയതാണ്. ഇത് താഴെ ചാണകം മെഴുകിയിട്ട് പുരയുമെല്ലാം. ഇത് ദേവിക്കുള്ള സാരി എല്ലാം വച്ചതാ. ഈ ചാണകം മെഴുകി കഴിഞ്ഞാൽ ഈ പുരയ്ക്കകത്തേക്ക് പിന്നെ ആരും കയറത്തില്ല.
പുറത്തേ നിൽക്കത്തുള്ളൂ. ഇനി നാളെ ദേവിയുടെ കൂടെ വരുന്ന വാത്തിമാർ മാത്രമേ പുരയ്ക്കകത്തേക്ക് കയറത്തുള്ളൂ. പിന്നെ കോലം വരയ്ക്കാനായിട്ട് ഒരാൾ കയറും കേട്ടോ. രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് ഒരാൾ കോലം വരയ്ക്കാനായിട്ട് കയറും. വേറെ ആരും കയറത്തില്ല. അപ്പോൾ കോലം വരയ്ക്കാനായിട്ട് കയറിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ രാവിലെ, ഇതിപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ്. ദേവി ഉച്ചയോടുകൂടി എത്തും എന്നാണ് അറിവ്. വെള്ളായണി ദേവിയെ മാത്രം നമുക്ക് കൃത്യസമയം പറയാൻ പറ്റത്തില്ല. ദേവി വരുന്ന സമയം ദേവി തന്നെ തീരുമാനിക്കുമെന്നാണ് പറയാറ്. അപ്പോൾ ഇപ്പോൾ രാവിലെ വെളുപ്പിനെ ഞാൻ അഴിച്ച് കുളിച്ചിട്ട് കോലം വരയ്ക്കുകയാണ്. ഞാൻ ആ കുഞ്ഞു അച്ഛൻ്റെ ആ ഇതിൽ കോലം ഇടാമെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് ഒരുപാട് ടാസ്ക് ആണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അതിനെക്കാട്ടി ഭേദം ഞാനിങ്ങനെ വരയ്ക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി പിന്നെ ഞാനിങ്ങനെ വരപ്പ് തുടങ്ങിയതാണ്. ആദ്യം ഞാൻ ആ നടുക്ക് കാണുന്നത് പോലെ ഈ അച്ചുപയോഗിച്ച് കോലം വയ്ക്കുക ചെയ്തത്. അപ്പോൾ എനിക്കതങ്ങോട്ടൊരു തൃപ്തി വന്നില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വരച്ചും കൂടെ കോലം ഇട്ട് ആ പുരയ്ക്കകം കംപ്ലീറ്റ് ഞാൻ കോലം കൊണ്ടങ്ങ് നിറച്ച് കഴിഞ്ഞ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ അകത്തേക്ക് കയറിയത്. പിന്നെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങും കേട്ടോ. നമ്മൾ ക്ഷണിച്ചിട്ടുള്ളവരല്ല, നമ്മൾ ബന്ധുക്കളെയും നമുക്കറിയാവുന്നവരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവിയെ ഇരുത്തുന്നതല്ലേ, അപ്പോൾ അവർക്കും കാണാനായിട്ട് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വണ്ടികളാണ് ഇതായി ക്യൂ ആയിട്ടിരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് മാറും. കാരണം ദേവി വരുന്ന സമയമാകുമ്പോൾ ഞങ്ങളതൊക്കെ അവിടെ നിന്ന് മാറ്റും. അങ്ങനെ അവർ ബന്ധുക്കളൊക്കെ ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അകത്തിരുന്ന സാധനങ്ങളെല്ലാം പറയും വട്ടിയും കുട്ടയും കുടവും ഒക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചാൽ ദേവിക്ക് പന്തൽ പടുക്ക സെറ്റ് ചെയ്യാൻ വരുന്നവർ എടുത്തോളൂല്ലോ പുറത്തുനിന്ന് തന്നെ. അപ്പോൾ വന്നവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഇതിൽ പ്രോബബ്ലി കുറേ ആളുകളെല്ലാം നമ്മളെ വെള്ളായണിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ദേവി വരുമ്പോഴുള്ള ആ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മൾ ആരോ പറയുമ്പോൾ വെള്ളായണി ദേവിയുടെ ഒരു ഇതെന്ന് പറയുന്നത് അകത്ത് പൂജിക്കുന്ന അതേ മുടിയാണ് കേട്ടോ ദേവിക്ക് എഴുന്നള്ളത്തിന് പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മുടി നമ്മുടെ വീടിൻ്റെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ അത്രയും വൃത്തിയോടും ശുദ്ധിയോടും കൂടി തന്നെ സ്വീകരിക്കും. അപ്പോൾ അത് കാണാൻ വരുമ്പോഴായാലും ഞങ്ങൾ മറ്റൊരു വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. ആരെ വീടാണെന്നുള്ളതൊന്നും വിഷയമുള്ള കാര്യമല്ല. പിന്നെ അതായത് ഞങ്ങൾ ഇന്നലെ ഇറുത്ത് വെച്ച പൂക്കളാണ്. ഇത്രയും പൂവാണ് ഇന്നലെ രാത്രി നിർത്തത്. പിന്നെ ഇതിപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 2:30-3 3 മണി കഴിഞ്ഞു. അപ്പോൾ ദേവി എത്താറായി. ഒരു 10 വീട് മുന്നേ എങ്ങാണ്ടോ നിൽക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞങ്ങളിത് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കാണ്. ഞങ്ങളെല്ലാവരും ഇറങ്ങി റെഡിയായിട്ട് ഞാനും ഒക്കെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചേട്ടനെ സോപ്പിട്ട് വാങ്ങിച്ച സാരിയാണ്. അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്ത് വെച്ചു. അഭിഷേകത്തിനുള്ള പൂ അതൊരു സെപ്പറേറ്റ് സെറ്റാക്കി വെച്ചു. പിന്നെ ദേവിയെ നമ്മളിങ്ങനെ പൂ എറിഞ്ഞാൽ കൊണ്ടുവരിക. അപ്പോൾ അതിനുള്ള പൂക്കൾ സെപ്പറേറ്റ് ആക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി 2 വീട് മുന്നേ എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ വാത്തി അവരുടെ സെറ്റ് വരും കേട്ടോ, പടുക്ക ഒരുക്കാനായിട്ട്. ഗണപതിക്കും ദേവിക്കും പടുക്ക ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് അവരെത്തും ആദ്യം. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ ദേവിക്ക് അണിയിക്കാനുള്ള അങ്കിയും കുടയും അതാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. ദേവിക്ക് കൊടുക്കുന്ന മുത്തുകുടയും. ഇതിപ്പം അനിയൻ കൊണ്ടുപോകുന്നത് അങ്കിയാണ് ദേവിക്ക് കൊടുക്കാനുള്ള. അങ്കി എന്ന് പറഞ്ഞാൽ ദേവിയെ മൂടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ അവിടെ ഉള്ളവർ ചിലപ്പോൾ അങ്കിയോ കുടയോ ഒക്കെ ദേവിക്ക് വാങ്ങിച്ച് കൊടുക്കും. ഞങ്ങളവിടെ നിന്ന് അങ്കിയും കുടയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഗണപതിക്ക് ഒരുക്കിയ പടുക്കയാണ്. അപ്പം നമ്മൾ ദേവിയെ കാത്ത് നിൽക്കുകയാണ്. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ദേവി തൊട്ട് മുന്നത്തെ വീട്ടിലെത്തി. അപ്പം അത് എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഇറങ്ങി ദേവിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആരോ പറയും പോലെ എൻ്റെ ഒരുപാട് വർഷത്തെ, ഞാൻ വെള്ളായണിക്കാരി ആയിട്ടൊരു 6 വർഷം ആവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് മുന്നേ തൊട്ട്, അതായത് എൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ എവിടെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് തന്നെ വെള്ളായണി ദേവിയുടെ നിറപറയോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ്. അപ്പം അന്ന് തൊട്ട് മനസ്സിൽ വിചാരിക്കുന്ന എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ഞാനൊരു വീട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീടുണ്ടാകുന്ന സമയത്ത് ദേവിക്ക് നിറപറ ഒരുക്കണം എന്നുള്ളത്. ആ ആഗ്രഹമാണ് ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ആരോ പറയും പോലെ ഹൈലി പ്രീഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്. അതാണ് ഈ കാണുന്നത്. ദേവിയുടെ പീഠവും ശൂലവും വാളും ഒക്കെ കൊണ്ട് ആദ്യത്തെ വാത്തിമാരെത്തി. അത് കഴിഞ്ഞ് നമ്മളൊക്കെ വരും. ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി ദേവിയെ സ്വീകരിച്ചുകൊണ്ടാട്ടോ വരുന്നത്. ഇവിടെ അങ്ങനെയാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ വീട്ടിൽ പോയി അവിടുന്ന് ദേവി ഇറങ്ങുമ്പോൾ അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് വരും. നമ്മുടെ വീട് കഴിയുമ്പോൾ അടുത്ത് എവിടെയാണോ ദേവി പോണത് ആ വീട്ടിൽ ദേവിയെ കൊണ്ടാക്കും. അങ്ങനെയാണ്. ഞങ്ങൾ പോയി സ്വീകരിച്ചുകൊണ്ടൊക്കെ വന്നു. ദേവി ദേവിയെ മൂടിയിരിക്കുന്ന അതാണ് അങ്കി. ഇതിന് തൊട്ട് മുന്നത്തെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ്. ഇവിടെ വന്നിട്ട് ഇതിനെ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുന്ന അങ്കി ഇട്ടിട്ടായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം ഇതിനകത്തുള്ള ഫുട്ടേജസ് ഞാൻ കൂടുതൽ എടുത്തില്ല. കാരണം ആ ഫുട്ടേജസ് ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പുഷ്പാഭിഷേകവും അർച്ചനയും ദീപാരാധനയും ഒക്കെ. അപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണുന്ന ഫുട്ടേജസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു ദീപാരാധനയുടെ മാത്രമേ എടുത്തുള്ളൂ. കാരണം അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊരുപാട് കൊടുത്തില്ല. കാരണം ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദേവിക്ക് അർച്ചനയും ദീപാരാധനയൊക്കെ നടത്തി. ഓരോ പറയുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ചില മൊമെൻറ്റ്സ് എന്ന് പറയുമല്ലോ ലൈഫിൽ, ആ ഒരു മൊമെൻ്റാണ് ഇപ്പം കഴിഞ്ഞത്.
ഇതിലെനിക്ക് വേറൊരാളിനോടുകൂടി ഒരു വലിയ താങ്ക്സ് പറയണം, എൻ്റെ മാമൻ്റെ മോള്, എൻ്റെ സിസ്റ്റർ. കാരണം അവളാണ് എനിക്ക് ഈ വീഡിയോസ് അത്രയും എടുത്തു തന്നത്. കാരണം ഞാൻ ആ ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവളാണ് എനിക്ക് എടുത്തു തന്നത്. അപ്പോൾ അവളോട് ഭയങ്കര താങ്ക്സ് ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളെ ദേവി ഇതാ വീട്ടിൽ ഇരുന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ദേവിയെ അടുത്ത വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്.